ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇലക്ട്രിസിറ്റിയെയും മാഗ്നറ്റിസത്തെയും പറ്റി അറിവുണ്ടായിരുന്നു. പക്ഷേ ഈ ഇലക്ട്രിസിറ്റി മാഗ്നറ്റിസവും തമ്മിൽ ബന്ധമുണ്ടെന്ന് 200 വർഷങ്ങൾക്ക് മുമ്പാണ് മനസ്സിലായത്. വളരെ കൃത്യമായിട്ട് പറയുവാണെങ്കിൽ 1820 ഡാനിഷ് ഫിസിസ്റ്റായ ഹാൻസ് ക്രിസ്റ്റ്യൻ ഓയിസ്റ്റഡ് ആണ് അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിൽ നിന്ന് ഈ ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിയെടുത്തത്. ചെറിയ ക്ലാസ്സിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, അദ്ദേഹം നടത്തിയ എക്സ്പെരിമെന്റ് ഒരു സ്ട്രേറ്റ് കണ്ടക്ടർ എടുത്തു. ഈ കണ്ടക്ടറിനെ ഒരു കാർഡ്ബോർഡിന്റെ സെന്ററിൽ പെർപെൻഡിക്കുലർ ആയിട്ട് കീപ്പ് ചെയ്തു. ഈ കാർഡ്ബോർഡിന്റെ പ്ലെയിനിൽ കുറച്ച് അയൺ ഫൈലിങ്സ് സ്പ്രെഡ് ചെയ്തു. അതിനുശേഷം ഈ കണ്ടക്ടറിൽ കറന്റ് കടത്തിവിട്ടു. അപ്പോൾ കാണാൻ സാധിച്ചത് ഈ അയൺ ഫൈലിങ്സ് ഈ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും സർക്കുലാർ ഷേപ്പിൽ അലൈൻ ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഈ സർക്കുലാർ പാത്തിലെ ഓരോ പോയിന്റിലെയും ടാൻജന്റിന്റെ അതേ ഡിറക്ഷനിലാണ് അവിടെ ഒരു കോമ്പസ് നീഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെയും അലൈൻമെന്റ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അടുത്തായിട്ട് അദ്ദേഹം നടത്തിയ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന്റെ അടുത്ത് ഒരു കോമ്പസ് നീഡിൽ വെച്ചപ്പോൾ ആ കോമ്പസ് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് മനസ്സിലായി. ആ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിലെ കറന്റിന്റെ ഡിറക്ഷൻ റിവേഴ്സ് ചെയ്തപ്പോൾ ആ കോമ്പസ് നീഡിൽ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതിനുശേഷം ഈ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിലെ കറന്റിന്റെ ഫ്ലോ സ്റ്റോപ്പ് ചെയ്തു. അതായത് കറന്റ് ഫ്ലോ ചെയ്യുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കുന്നു നോക്കി. അപ്പോൾ കാണാൻ സാധിച്ചത് ആ കോമ്പസ് നീഡിലിൽ ഡിഫ്ലക്ഷൻ ഒന്നും ഇല്ല. കറന്റ് ഫ്ലോ ചെയ്തപ്പോൾ മാത്രമേ കോമ്പസ് നീഡിലിൽ ഡിഫ്ലക്ഷൻ ഉണ്ടായുള്ളൂ. വീണ്ടും ആ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിലെ കറന്റിന്റെ സ്ട്രെങ്ത് കൂട്ടി നോക്കി. അപ്പോൾ എന്താണ് കണ്ടത്? ആ കോമ്പസ് നീഡിൽ കൂടുതലായിട്ട് ഡിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. ഈ കോമ്പസ് നീഡിലെ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ വീണ്ടും ഡിഫ്ലക്ഷൻ കൂടുന്നതായിട്ട് കാണാൻ സാധിച്ചു. അപ്പോൾ കറന്റിന്റെ ഡിറക്ഷൻ റിവേഴ്സ് ചെയ്യുമ്പോൾ ഈ കോമ്പസ് നീഡിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. കറന്റിന്റെ സ്ട്രെങ്ത് കൂടുമ്പോൾ ഡിഫ്ലക്ഷൻ കൂടുന്നു. കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന്റെ അടുത്തേക്ക് വരുമ്പോൾ ഡിഫ്ലക്ഷൻ കൂടുന്നു. കറന്റ് ഇല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ ഇല്ല. അതായത് കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും എന്തുണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി. അതിനുശേഷം 1864 ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ ഈ ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും തമ്മിൽ ഉള്ള ബന്ധം പഠിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ലോസ് കണ്ടുപിടിച്ചു. അത് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ലൈറ്റ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണെന്ന് മാക്സ്വെല് കണ്ടുപിടിച്ചു. ഈ 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഹെർട്സ് റേഡിയോ വേവ് കണ്ടുപിടിച്ചു. അതിനുശേഷം JC ബോസ് ആൻഡ് മാർക്കോണി ഈ റേഡിയോ വേവ്സ് പ്രൊഡ്യൂസ് ചെയ്തു. വീണ്ടും ആംബിയർ ഈ മാഗ്നറ്റിസവും ഇലക്ട്രിസിറ്റിയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി. അങ്ങനെ ഒത്തിരി സയന്റിസ്റ്റുകൾ ഈ മേഖലയിൽ വർക്ക് ചെയ്തതിന്റെ ഫലമായിട്ട് ഈ ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും തമ്മിലുള്ള ഒത്തിരി ഇക്വേഷൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന ഈ ചാപ്റ്റർ, അതായത് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൽ ഈ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് കറണ്ടിനെ പറ്റി പഠിക്കുന്നു. മാഗ്നറ്റിക് ഫീൽഡിൽ ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുവാണെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ പറ്റി പഠിക്കും. ഈ ചാർജ്ഡ് പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യിച്ച് അതിന്റെ വെലോസിറ്റി എങ്ങനെ കൂട്ടാം, അതിന്റെ കൈനറ്റിക് എനർജി എങ്ങനെ കൂട്ടാം, അതിനുപയോഗിക്കുന്ന ഡിവൈസ് സൈക്ലോട്രോൺ ഇതിനെപ്പറ്റി പഠിക്കും. ദെൻ കറന്റ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഗാൽവനോമീറ്റർ എന്ന് പറയുന്ന ഒരു അപ്പാരറ്റസ് കഴിഞ്ഞ ചാപ്റ്ററിൽ ഉപയോഗിച്ചിരുന്നു അല്ലേ? അപ്പൊ ഈ ഗാൽവനോമീറ്റർ യൂസ് ചെയ്ത് എങ്ങനെ കൃത്യമായിട്ട് കറന്റ് മെഷർ ചെയ്യുന്നത്, ഈ ഗാൽവനോമീറ്ററിനെ എങ്ങനെ ഒരു അമീറ്റർ ആക്കി മാറ്റാം, അതിനെ എങ്ങനെ നമുക്കൊരു വോൾട്ട് മീറ്റർ ആക്കി മാറ്റാം, ഈ കാര്യങ്ങളൊക്കെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് മാതിരി തന്നെ അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അതിന്റെ ഡിറക്ഷൻ സൂചിപ്പിക്കാനായിട്ട് സൈൻ കൺവെൻഷൻ ഒന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഡോട്ട് ഇട്ട് കാണിച്ചു കഴിഞ്ഞാൽ
ഈ ബോർഡ് ഒരു പ്ലെയിനാന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിലിങ്ങനെ ഡോട്ട് ഇട്ട് കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കണം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് ഈ പ്ലെയിൻ ഓഫ് ദ ബോർഡിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് ഔട്ട്വേർഡ് ഡിറക്ഷൻ ആണെന്ന് ഓർത്തിരിക്കുക. ഡോട്ട് ആണെങ്കിൽ ആ പ്ലെയിനിൽ നിന്ന് ഔട്ട്വേർഡ് ഡിറക്ഷനിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡിറക്റ്റ് ചെയ്യുന്നത്. നേരെ മറിച്ച് ക്രോസ് ഇട്ട് കാണിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻറ്റു ഇട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക ആ ബോർഡിലേക്ക് അല്ലെങ്കിൽ ആ പ്ലെയിനിലേക്ക് ഇൻവേർട്സ് ഡിറക്ഷനിലേക്ക് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ് അല്ലെങ്കിൽ ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ ആയിരിക്കും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ ഇൻവേർഡ് ഡിറക്ഷൻ ആയിരിക്കും. ഓർത്തിരിക്കുക. ഡോട്ട് ആണെങ്കിൽ ഔട്ട്വേർഡ് ഡിറക്ഷൻ, ക്രോസ് അല്ലെങ്കിൽ ഇൻറ്റു ആണെങ്കിൽ ഇൻവേർഡ് ഡിറക്ഷൻ. നമ്മൾ പറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? ഈ മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പൽ ക്യാപിറ്റൽ ലെറ്റർ ബി ആണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ക്യാപിറ്റൽ ലെറ്റർ ഇ ആയിരുന്നു. മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇന്റൻസിറ്റി റെപ്രസെന്റ് ചെയ്യുന്ന ക്യാപിറ്റൽ ലെറ്റർ ബി. ഒരു വെക്ടർ ആയത് കാരണം നമ്മൾ എന്ത് കൊടുക്കുന്നു? വെക്ടർ ബി എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ ഒരു മാഗ്നറ്റിന് ചുറ്റും അല്ലെങ്കിൽ ഒരു മൂവിങ് ചാർജ്ഡ് പാർട്ടിക്കിളിന് ചുറ്റും അതിന്റെ ഇഫക്റ്റ് അനുഭവപ്പെടുന്ന ആ സ്പേസ് അല്ലെങ്കിൽ റീജിയൻ, അതിനെയാണ് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുവാണ് വിത്ത് വെലോസിറ്റി വി. അപ്പോൾ വി വെലോസിറ്റിയോട് കൂടി ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുവാണ്. അതിന്റെ ചാർജ് ക്യൂ ആണെന്ന് വിചാരിച്ചു. അങ്ങനെയെങ്കിൽ അതിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ആ ഫോഴ്സിന് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. Magnetic Lorentz force. The force experienced by a charged particle in a magnetic field is called magnetic Lorentz force. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കൊടുക്കാം. മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് കൊടുത്താലും പ്രശ്നമില്ല. അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്, നമുക്ക് അതിനുള്ള ഇക്വേഷനിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ബി, മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. ഈ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുവാണ് വിത്ത് വെലോസിറ്റി വെക്ടർ വി. ഈ വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുണ്ടാക്കുന്ന ദിസ് ആംഗിൾ, അതിന് നമുക്ക് തീറ്റാന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ, ഇപ്പോൾ ഈ ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ ചാർജ് ഒരു പ്ലസ് ക്യൂ ചാർജാന്ന് വിചാരിച്ചോളൂ. പാർട്ടിക്കിളിൻ്റെ ചാർജ് പ്ലസ് ക്യൂ ചാർജാണ്. അങ്ങനെയെങ്കിൽ ഈ പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ്, അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? ഫോഴ്സ് ആണല്ലോ, അപ്പോൾ നമുക്ക് വെക്റ്റർ എഫ് എന്ന് പറഞ്ഞു കൊടുക്കാം. വീണ്ടും മാഗ്നറ്റിക് ഫീൽഡിലാണ് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ് തിരിച്ചറിയാൻ നമുക്ക് വെക്റ്റർ എഫ് ബി എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ആ ചാർജ് ക്യൂ ഇൻറ്റു വെക്റ്റർ വി ക്രോസ് വെക്റ്റർ ബി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് വെക്റ്റർ എഫ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വെക്റ്റർ വി ക്രോസ് വെക്റ്റർ ബി. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണേ, നമുക്കിതാ വെക്റ്റർ വി ക്രോസ് വെക്റ്റർ ബി നമുക്ക് ഇവിടെ ഒരു ക്രോസ് പ്രൊഡക്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ആ ഫോഴ്സ് എന്ന് പറയുന്നത്, അതായത് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് അതിന്റെ ഡിറക്ഷൻ നമുക്ക് എങ്ങനെ കൊടുക്കാം? ഈ വെക്റ്റർ വിയും വെക്റ്റർ ബിയും ഉൾപ്പെടുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലെ. വി ക്രോസ് ബി, അതായത് വെക്റ്റർ വി ക്രോസ് വെക്റ്റർ ബി, അത് ക്രോസ് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ റിസൾട്ടന്റ് ഒരു വെക്ടർ ആയിരിക്കും. ആ വെക്ടറിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് ഇത് രണ്ടുപേർക്കും അല്ലെങ്കിൽ രണ്ടുപേരും ഉൾപ്പെടുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. നമുക്ക് സ്ക്രൂ റൂൾ ഉപയോഗിച്ചത് പറയാം അല്ലെ. വി ആൻഡ് ബി ഉൾപ്പെടുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നത്. ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം അല്ലെ. മാഗ്നിറ്റ്യൂഡ് മാത്രമായിട്ട് കൊടുക്കുമ്പോൾ എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ. എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ. ആ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? വിയും ബിയും തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. അപ്പം ഇവിടെ വേറെ കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു വെലോസിറ്റിയോട് കൂടിയാണ് മൂവ് ചെയ്യുന്നത്. ആ വെലോസിറ്റി വി വാല്യൂ 0 ആണെങ്കിൽ
അതായത് റെസ്റ്റിലാണെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ആ പാർട്ടിക്കിൾ മൂവ് ചെയ്താൽ മാത്രമേ മാഗ്നറ്റിക് ഫോഴ്സ് ഉള്ളൂ. അപ്പോൾ വെലോസിറ്റി 0 ആണെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ പറഞ്ഞു ആ ഫോഴ്സിന്റെ ഡിറക്ഷൻ എങ്ങനെയാണ് അല്ലെ? ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഇത് ഉൾപ്പെടുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ വിക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും, ബിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും ഈ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആണ്. അതിന്റെ അർത്ഥം ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റിന് പെർപെൻഡിക്കുലർ ആണെന്നാണല്ലോ അല്ലെ? ഫോഴ്സിന്റെ ഡിറക്ഷനിലായിരിക്കില്ല ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് പെർപെൻഡിക്കുലർ. അങ്ങനെയെങ്കിൽ വർക്ക് ഡൺ എന്തായിരിക്കും? എന്താണ് വർക്കിന്റെ ഇക്വേഷൻ? W is equal to വെക്ടർ F ഡോട്ട് വെക്ടർ S എന്നല്ലേ? പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് വരുന്ന എഫ് എസ് കോസ് തീറ്റ എന്നുള്ളത് കോസ് 90 വരുന്നു. കോസ് 90യുടെ വാല്യൂ എന്താണ്? 0. അപ്പൊ W വർക്ക് ഡൺ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പൊ പോയിന്റ് ഓർത്തിരിക്കണേ, നമ്മുടെ മാഗ്നറ്റിക് ഫോഴ്സ് മൂലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് മൂലമുള്ള വർക്ക് ഡണ്ണിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന് ആ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ ഡിറക്ഷന് മാത്രമേ മാറ്റം വരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന്റെ വെലോസിറ്റി കൂട്ടാനായിട്ട് അല്ലെങ്കിൽ കുറയ്ക്കാനായിട്ടൊന്നും സാധിക്കത്തില്ല. അതായത് വെലോസിറ്റിയിൽ ചേഞ്ച് വരുത്താനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ അതിന്റെ കൈനറ്റിക് എനർജിക്ക് മാറ്റം വരുത്താനായിട്ട് സാധിക്കില്ല. ഓർത്തിരിക്കുക, വർക്ക് ഡണ്ണിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ദെൻ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, മൂന്നാമതായിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. അതായത് ഇതിന്റെ ഡിറക്ഷൻ വളരെ കൃത്യമായിട്ട് കൊടുക്കാം. ഡിറക്ഷൻ എന്ന് പറയുന്നത് വെക്ടർ വിയും വെക്ടർ ബിയും ഉൾപ്പെടുന്ന ഡിറക്ഷന് പെർപെൻഡിക്കുലർ ആണ്, അല്ലെങ്കിൽ വിക്ക് പെർപെൻഡിക്കുലർ ആണ്, ബിക്ക് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ വെക്ടർ എഫ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു വെക്ടർ വി ആൻഡ് വെക്ടർ ബി. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഫോഴ്സിന്റെ ഡിറക്ഷൻ ആ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലെ? നമ്മുടെ ഇക്വേഷനിൽ ചാർജ് Q വരുന്നുണ്ട് അല്ലെ? അപ്പോ പ്ലസ് ചാർജ് ആണെങ്കിൽ ആ ഫോഴ്സിന്റെ ഡിറക്ഷൻ ഇപ്പോ ഫോർവേഡ് ഡിറക്ഷൻ അല്ലെങ്കിൽ റൈറ്റിലേക്കാണ് എങ്കിൽ, ഫോഴ്സ് റൈറ്റിലേക്ക് വരുന്നു എങ്കിൽ നമുക്ക് കിട്ടുന്നത്, നമ്മൾ എടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്നത് മൈനസ് ചാർജ് ആണെങ്കിൽ ആ ഫോഴ്സിന്റെ ഡിറക്ഷൻ നേരെ റിവേഴ്സ് ചെയ്യും. അതെങ്ങോട്ട് വരും? ഓപ്പോസിറ്റ് ആയിട്ട് വരും, ലെഫ്റ്റിലേക്ക് വരും. അപ്പൊ ചാർജ് മാറുന്നതനുസരിച്ച്, പ്ലസ് അല്ലെങ്കിൽ മൈനസ് ചാർജ് മാറുന്നതനുസരിച്ച് ഫോഴ്സിന്റെ ഡിറക്ഷൻ റിവേഴ്സ് ചെയ്യുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കിട്ടിയല്ലോ? ഇനി നമുക്കിവിടെ ജസ്റ്റ് 3 കേസസ് നോക്കാം. അതായത് 3 ഡിറക്ഷനിൽ ആ ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുവാണെങ്കിൽ എന്തായിരിക്കും ഫോഴ്സിന്റെ വാല്യൂ? അപ്പൊ അതില് കേസ് 1 ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. കേസ് 1, നമ്മുടെ ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ട് എൻ്റർ ചെയ്യുന്നു എങ്കിൽ, പാരലൽ ആയിട്ട് എൻ്റർ ചെയ്യുവാണെങ്കിൽ തീറ്റ വാല്യൂ എന്തായിരിക്കും? സെയിം ഡിറക്ഷനിൽ, അതായത് മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ, ഫീൽഡിന്റെ അതേ ഡിറക്ഷനിൽ എൻ്റർ ചെയ്യുമ്പോൾ തീറ്റ വാല്യൂ 0 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫോഴ്സിന്റെ വാല്യൂ എന്തായിരിക്കും? എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ 0. സൈൻ 0 എന്താ? 0. അപ്പോൾ ഫോഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ആ ചാർജ്ഡ് പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ വാല്യൂ 0 ആയിരിക്കും. അതിന്റെ അർത്ഥം എന്താണ്? ആ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ പാത്തിനെ ഡീവിയേറ്റ് ചെയ്യിക്കാനായിട്ട് അല്ലെങ്കിൽ ഡിഫ്ലക്റ്റ് ചെയ്യിക്കാനായിട്ട് ഈ ഫോഴ്സിന് പറ്റില്ല. അപ്പൊ അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് ആ ചാർജ്ഡ് പാർട്ടിക്കിൾ ഫീൽഡിന്റെ അതേ ഡിറക്ഷനിൽ അങ്ങോട്ട് മൂവ് ചെയ്തോളും. അപ്പൊ ഓർത്തിരിക്കുക, ഇത് അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് മൂവ് ചെയ്തോളും. ഇത് പാരലലിന്റെ കേസ്. ഇനി ആന്റി പാരലൽ ആണെങ്കിലോ? ആന്റി പാരലൽ ആണെങ്കിൽ നമുക്ക് തീറ്റ വാല്യൂ എന്തായിട്ട് കൊടുക്കാം? തീറ്റ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി കൊടുക്കാം. അപ്പോൾ എഫ് ദാറ്റ് ഇസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ 180. സൈൻ 180 എത്രയാ? 0. അപ്പോൾ നമുക്ക് ഫോഴ്സിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ പാരലൽ ഓർ ആന്റി പാരലൽ, അതായത് ഫീൽഡിന്റെ അതേ ഡിറക്ഷനിൽ അല്ലെങ്കിൽ ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് നമ്മുടെ ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ ഫോഴ്സ് 0 ആയിരിക്കും. ആ കക്ഷി അപ്പോൾ അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് മൂവ് ചെയ്തോളും. അടുത്ത കേസ് എന്ന് പറയുന്നത്, സെക്കൻഡ് കേസ് എന്ന് പറയുന്നത്, ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എൻ്റർ ചെയ്യുന്നതെന്ന് വിചാരിക്കാം.
അപ്പോൾ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നത് ഈ മാഗ്നറ്റിക് ഫീൽഡിന് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട്. എങ്ങനെയാണ് നമ്മുടെ ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ആംഗിൾ തീറ്റ എത്രയായിരിക്കും? 90 ഡിഗ്രി വരും അല്ലേ? അപ്പോൾ തീറ്റ ദറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെ വരും? എഫ് ദറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ 90. സൈൻ 90 എത്രയാ? 1 അല്ലേ? അപ്പോൾ എഫ് ദറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരുന്നു? ക്യൂ വി ബി. അതായത് ഈ ഫോഴ്സിൻ്റെ വാല്യൂ ഒരു മാക്സിമം വാല്യൂ ആയിരിക്കും. ഈ മാക്സിമം വാല്യൂ ഓഫ് ഫോഴ്സിൻ്റെ ഫലമായിട്ട് ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു സർക്കുലർ പാത്ത് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത് ഫോളോ ചെയ്യുന്ന പാത്ത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുമ്പോൾ ആ ചാർജ്ഡ് പാർട്ടിക്കിൾ ഫോളോ ചെയ്യുന്ന പാത്ത് ഒരു സർക്കുലർ പാത്ത് ആയിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കുറച്ചും കൂടി അടുത്ത സെക്ഷനിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ഫോളോ ചെയ്യുന്ന പാത്ത് സർക്കുലർ പാത്ത് ആയിരിക്കും. ഓർത്തിരിക്കുക, മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്ത ഫോഴ്സ് മാക്സിമം ആയിരിക്കും, സർക്കുലർ പാത്ത് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അടുത്ത കേസ് എന്ന് പറയുന്നത് കേസ് 3. അതായത് ഒരു ഇൻക്ലിനേഷനിലാണ് ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നത്. തീറ്റ ആംഗിളിലാണ് ആ ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫിഗറിൽ കൊടുത്ത മാതിരി ആ വെലോസിറ്റി വെക്ടർ മാഗ്നറ്റിക് ഫീൽഡായിട്ട് ഒരു തീറ്റ ആംഗിളിലാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പഠിച്ചിട്ടുണ്ട് നമ്മൾ ഇതിനെ 2 കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ അല്ലേ? ഫീൽഡിൻ്റെ അതേ ഡിറക്ഷനിൽ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു കമ്പോണൻറ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് എന്താണ്? 0 ആണ്. അപ്പോൾ അത് അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് മൂവ് ചെയ്തോളും. പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് മൂലമുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് മാക്സിമം ആണ്. അപ്പോൾ അതെങ്ങനെയായിരിക്കും? സർക്കുലർ പാത്ത് ഫോളോ ചെയ്യും. അപ്പോൾ അതായത് അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് പോവുകയും ചെയ്യണം, സർക്കുലർ പാത്തും ഫോളോ ചെയ്യണം. അപ്പോൾ എന്തായിരിക്കും അതിന്റെ ഷേപ്പ്? ഇതിന്റെ രണ്ടിന്റെ കമ്പൈൻഡ് റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് ദറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ എന്നല്ല വരുന്നത്. അപ്പോൾ ഈ ഫോഴ്സിന്റെ ഫലമായിട്ട് ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റും ഉള്ള കാരണം ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ഫോളോ ചെയ്യുന്ന പാത്ത് ഹെലിക്കൽ പാത്ത് ആയിരിക്കും. ഹെലിക്കൽ പാത്ത് അതായത് നിരങ്ങി നീങ്ങി അങ്ങോട്ട് പോവുകയും ചെയ്യും, അതേമാതിരി സർക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും മിക്സിംഗ് ആയിട്ട് ഇതാ ഇങ്ങനെ ഇതാണ് നമ്മുടെ ഹെലിക്കൽ പാത്ത്. അപ്പോൾ ഹെലിക്കൽ പാത്ത് ആയിരിക്കും ഇത് ഫോളോ ചെയ്യുന്നത്. ഇവിടെ കിട്ടിയില്ല. അപ്പോൾ 3 കേസ്. പാരലായിട്ട് എൻ്റർ ചെയ്താൽ ഫോഴ്സിന്റെ വാല്യൂ 0 ആയിരിക്കും, അൺഡിഫ്ലക്റ്റഡ് ആണ്. പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്താൽ ഫോഴ്സ് മാക്സിമം ആയിരിക്കും, സർക്കുലർ പാത്ത് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഇൻക്ലിനേഷനിൽ എൻ്റർ ചെയ്യുവാണെങ്കിൽ അത് ഫോളോ ചെയ്യുന്ന പാത്ത് ഒരു ഹെലിക്കൽ പാത്ത് ആയിരിക്കും. ഇതിനെപ്പറ്റി നമ്മൾ അടുത്ത സെക്ഷനിൽ കൂടുതലായിട്ട് പഠിക്കുന്നതാണ്. വീണ്ടും ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു ആ മാക്സിമം വാല്യൂ ഓഫ് ഫോഴ്സ്. ആ മാക്സിമം വാല്യൂ ഓഫ് ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത്, അതായത് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുമ്പോൾ മാക്സിമം വാല്യൂ ഓഫ് ഫോഴ്സ്, ആ ഫോഴ്സിന്റെ ഇക്വേഷൻ കിട്ടിയത് എഫ് ദറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി എന്നായിരുന്നു അല്ലേ? അതിൽ നിന്ന് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഒന്ന് സോൾവ് ചെയ്യാലോ. ബി ദറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരുന്നത്? എഫ് ബൈ ക്യൂ വി അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷനാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ. ബി ദറ്റ് ഈസ് ഈക്വൽ ടു എഫ് ബൈ ക്യൂ വി. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് നമുക്ക് കൊടുക്കാം. എന്താണ് ഫോഴ്സിന്റെ യൂണിറ്റ്? ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, ചാർജിന്റെ യൂണിറ്റ് കൂളം, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ മീറ്റർ സെക്കൻഡ് റേസ് ടു -1. അപ്പോൾ ആ സെക്കൻഡ് റേസ് ടു -1 മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കാം യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് പെർ കൂളം മീറ്റർ. അപ്പോൾ ഒരു യൂണിറ്റ് ഓർത്തിരിക്കുക, ന്യൂട്ടൺ സെക്കൻഡ് പെർ കൂളം മീറ്റർ. വീണ്ടും മറ്റൊരു യൂണിറ്റ്, ഇതല്ല നമ്മൾ സാധാരണ SI യൂണിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, വളരെ സിമ്പിൾ ആയിട്ടൊരു യൂണിറ്റ് ആണ് ടെസ്ല. ടെസ്ല എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ ബഹുമാനാർത്ഥം കൊടുത്തിരിക്കുന്ന പേരാണ് ടെസ്ല. ഓർത്തിരിക്കുക, സിമ്പല് ക്യാപിറ്റൽ ലെറ്റർ T. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ 2 യൂണിറ്റുകൾ ഓർത്തിരിക്കുക, ന്യൂട്ടൺ സെക്കൻഡ് പെർ കൂളം മീറ്റർ അല്ലെങ്കിൽ ടെസ്ല. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് ആ ടെസ്ലയെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. ഒരു 1 ടെസ്ല എന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും? അപ്പൊ നമ്മൾ എടുക്കുന്ന ചാർജ് Q എന്ന് പറയുന്നത് 1 കൂളം ചാർജ്, യൂണിറ്റ് ചാർജ് എടുക്കുന്നു, അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി 1 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. മാഗ്നറ്റിക് ഫീൽഡിന് എങ്ങനെ മൂവ് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് B എന്ന് പറയുന്നത് എന്ത് തന്നെയായിട്ട് കിട്ടും? ഫോഴ്സ് F ആയിട്ട് കിട്ടും അല്ലേ? അപ്പോൾ ആ ഫോഴ്സ് F എന്ന് പറയുന്നത് 1 ന്യൂട്ടൺ ആണ് എങ്കിൽ
ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് അപ്പോൾ ഉറപ്പായിട്ട് എന്താണ് 1 ടെസ്ലയാണ്. അപ്പോൾ 1 ടെസ്ല എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് കിട്ടി? 1 ന്യൂട്ടൺ ആയിട്ട് കിട്ടി. 1 ടെസ്ല എന്ന് പറയുന്നത് 1 ന്യൂട്ടൺ ആണ്. അപ്പോൾ 1 ടെസ്ലയെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ 1 കൂളം ചാർജ് moves with a velocity of 1 meter per second perpendicular to the magnetic field experiences a force of 1 Newton. അതായത് 1 കൂളം ചാർജ് 1 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ കൂടെ ഒരു മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് എത്ര? 1 ന്യൂട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ 1 ടെസ്ല എന്ന് പറയുന്നത് when a charge of 1 coulomb moves with a velocity 1 meter per second perpendicular to a magnetic field experiences a force of 1 Newton. ഇവിടെ നമുക്ക് ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയമെൻഷൻ ഫോർമുലയും കൂടി എഴുതാം. എന്തായിരിക്കും ഡയമെൻഷൻ ഫോർമുല? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയമെൻഷൻ ഫോർമുല ഫോഴ്സിന്റെ എന്താണ്? T⁻² ആണല്ലോ. ചാർജിന്റെ AT, വെലോസിറ്റിയുടെ LT⁻⁻1. ഇപ്പം എന്താ വരുന്നതെന്ന് നോക്കിയേ. ഇവിടെ ഒരു L ഉണ്ട്, ഇവിടെ ഒരു L ഉണ്ട്, കട്ട് ചെയ്ത് പോയിട്ട് ബാക്കി T. ഇവിടെ T⁻1, ഇവിടെ T⁻⁻1 ആഡ് ചെയ്യുമ്പോൾ T⁻+1, T⁻⁻1, അപ്പോൾ T⁻0, അപ്പോൾ അത് പോയി. അപ്പോൾ ബാക്കി നമുക്കിവിടെ വരുന്നത് മുകളിലത്തെ ആ T⁻², ദെൻ എ മുകളിലേക്ക് വരുന്ന A⁻⁻1. അപ്പോൾ ഓർത്തിരിക്കണേ ഡയമെൻഷൻ ഫോർമുല മാഗ്നറ്റിക് ഫീൽഡിൻ്റെ T⁻², A⁻⁻1. അപ്പോൾ ഓർത്തിരിക്കുക, ഒരു ചാർജ്ഡ് പാർട്ടിക്കിള് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ എൻ്റർ ചെയ്യുമ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പോൾ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്താൽ മാത്രമേ അതിനെന്തുള്ളൂ? അതിന് മാഗ്നറ്റിക് ഫോഴ്സ് ഉള്ളൂ. കാരണം വെലോസിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് മാഗ്നറ്റിക് ഫോഴ്സ്. ഇപ്പോൾ വെലോസിറ്റി 0 ആണെങ്കിൽ അല്ലെങ്കിൽ ചാർജ്ഡ് പാർട്ടിക്കിൾ റെസ്റ്റിലാണെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സിന്റെ വാല്യൂ 0 ആയിരിക്കും. വീഡിയോയിലോ ഇക്വേഷൻ ഓർത്തിരിക്കുക. വെക്ടർ FB അല്ലെങ്കിൽ വെക്ടർ F എന്ന് ഓർത്താലും മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു Q ഇൻറ്റു വെക്ടർ V ക്രോസ് വെക്ടർ B. അപ്പോൾ ഈ ഫോഴ്സിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് വെക്ടർ വിയും വെക്ടർ ബി ഉൾപ്പെടുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ വെക്ടർ വിക്കും വെക്ടർ ബിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് 2 യൂണിറ്റ് പറഞ്ഞു. ഒരു യൂണിറ്റ് എന്തായിരുന്നു? ന്യൂട്ടൺ സെക്കൻഡ് പെർ കൂളം മീറ്ററും മറ്റൊരു യൂണിറ്റ് ടെസ്ല. ഈ ടെസ്ല എന്ന് പറയുന്ന SI യൂണിറ്റ് ആണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ. അത് സത്യം പറഞ്ഞത് ഒരു ബിഗർ യൂണിറ്റ് ആണ് ടെസ്ല എന്ന് പറയുന്നത്. ഇതിന് സ്മോൾ യൂണിറ്റുകളുണ്ട്. അപ്പോൾ CJ സിസ്റ്റത്തിലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന് നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് ഗോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗോസ്, അപ്പോൾ മറ്റൊരു യൂണിറ്റ് ഓർത്തിരിക്കുക ഗോസ്. അപ്പോൾ 1 ഗോസ് എന്ന് പറയുന്നത് വാല്യൂ ഒന്ന് ഓർത്തിരിക്കണേ 10⁻⁻4 ടെസ്ലയാണ്. 1 ഗോസ് എന്ന് പറയുന്നത് 10⁻⁻4 ടെസ്ല ഓർക്കുക. ദെൻ നമുക്കറിയാം എർത്തിനൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് അല്ലേ? ഈ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം ഫോർ എർത്ത് മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ എർത്ത് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 3.6 ഇൻറ്റു 10⁻⁻5 ടെസ്ലയാണ്. എർത്തിന്റെ കേസിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ ഒന്ന് ഓർത്തിരിക്കണേ 3.6 ഇൻറ്റു 10⁻⁵ ടെസ്ല. അപ്പോൾ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ചാർജിന് ചുറ്റും എന്തുണ്ട്? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് അല്ലേ? അപ്പോൾ നോക്കിക്കോ, ഒരു Q എന്ന് പറയുന്ന ഒരു ചാർജ്. അപ്പോൾ ആ ചാർജിന് ചുറ്റും അതിൻ്റെ ഇഫക്റ്റ് അനുഭവപ്പെടുന്ന ആ റീജിയൻ അതിന് നമുക്ക് എന്ത് കൊടുക്കാം? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കൊടുക്കാം അല്ലേ? ഇനി ഈ ഇലക്ട്രിക് ഫീൽഡിലാണ് നമ്മളൊരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ വെക്കുന്നതെന്ന് വിചാരിച്ചു. ഒരു Q ചാർജിനെ വെക്കുന്നതെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് അതിനെ നമ്മൾ പറയുന്ന ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇലക്ട്രിക് ഫോഴ്സ്. അപ്പോൾ എന്താണ് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്? ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫോഴ്സ്. അപ്പോൾ അതിന് സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ കൊടുക്കാവുന്ന ഇക്വേഷൻ?
അന്ന് പഠിച്ചിരുന്നു ഇക്വേഷൻ. എന്താണ്? വെക്റ്റർ എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വെക്റ്റർ ഇ. വേണമെങ്കിൽ നേരത്തെ മാതിരി ആ ഇലക്ട്രിക് ഫോഴ്സ് തിരിച്ചറിയാനായിട്ട് ഇവിടെ ഇ എന്ന് പറഞ്ഞ് കൊടുക്കാം സഫിക്സ് ആയിട്ട്. അപ്പോൾ വെക്റ്റർ എഫ് ഇ ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വെക്റ്റർ ഇ. ഇനി നമുക്ക് ഈ രണ്ട് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിച്ചു, അതായത് കമ്പൈൻഡ് ഫീൽഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്താൽ അതിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ്, ദ ഫോഴ്സ് അല്ലെങ്കിൽ ദ ടോട്ടൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ചാർജ് പാർട്ടിക്കിൾ ഇൻ എ കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന പേരാണ് ലോറൻസ് ഫോഴ്സ്. കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് അതാണ് ലോറൻസ് ഫോഴ്സ്. ലോറൻസ് ഫോഴ്സ്. അപ്പൊ ലോറൻസ് ഫോഴ്സിന്റെ ഇക്വേഷൻ ആയിട്ട് നമുക്ക് എങ്ങനെ കൊടുക്കാം? ഈ രണ്ട് നമ്മൾ ഇപ്പൊ പഠിച്ച ആ രണ്ട് ഫോഴ്സിന്റെ സം അല്ലേ? വെക്റ്റർ എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു വെക്റ്റർ എഫ് ഇ പ്ലസ് വെക്റ്റർ എഫ് ബി. ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സിന്റെയും മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന്റെ സം ആണ് എന്ത്? ലോറൻസ് ഫോഴ്സ്. നമുക്ക് കൊടുക്കാം വെക്റ്റർ എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വെക്റ്റർ ഇ പ്ലസ് ക്യൂ ഇൻറ്റു വെക്റ്റർ വി ക്രോസ് വെക്റ്റർ ബി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, ഓർത്തിരിക്കുക. ലോറൻസ് ഫോഴ്സ് വെക്റ്റർ എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വെക്റ്റർ ഇ പ്ലസ് ക്യൂ ഇൻറ്റു വെക്റ്റർ വി ക്രോസ് വെക്റ്റർ ബി. അല്ലെങ്കിൽ ഇവിടെ രണ്ട് ടേമിലും ക്യൂ ഉണ്ടല്ലോ കോമൺ ആയിട്ട്, അതിനെ കൂടെ ഔട്ട് സൈഡ് എടുത്ത് നമുക്ക് കൊടുക്കാം ക്യൂ ഇൻറ്റു വെക്റ്റർ ഇ പ്ലസ് വെക്റ്റർ വി ക്രോസ് വെക്റ്റർ ബി. അപ്പൊ ലോറൻസ് ഫോഴ്സിന്റെ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കണേ. വെക്റ്റർ എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വെക്റ്റർ ഇ പ്ലസ് വെക്റ്റർ വി ക്രോസ് വെക്റ്റർ ബി. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് ക്യൂ ഇൻറ്റു വെക്റ്റർ വി ക്രോസ് വെക്റ്റർ ബി എന്നായിരുന്നു അല്ലേ? അപ്പൊ അതില് ഡിറക്ഷൻ ഞാൻ പെട്ടെന്ന് പറഞ്ഞു. എന്താണ്? ക്രോസ് പ്രൊഡക്റ്റ് ആയത് കാരണം അതിന്റെ റിസൾട്ടന്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ഉറപ്പായിട്ട് അതിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് വെക്റ്റർ വി വെക്റ്റർ ബി ഉൾപ്പെടുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പല 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 റൂൾസ് നമുക്ക് യൂസ് ചെയ്യാം. ഒന്നാമതായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് എന്താണ്? സ്ക്രൂ റൂള് അല്ലെ? റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. അപ്പൊ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ അനുസരിച്ച് നമുക്ക് ജസ്റ്റ് ഫിഗർ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ പ്ലെയിൻ എന്ന് വിചാരിച്ചോ. ഇത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ, ഇത് വെലോസിറ്റിയുടെ ഡിറക്ഷൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആര് ആക്ട് ചെയ്യുന്നത്? നമ്മുടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ റൈറ്റ് ഹാൻഡിന്റെ തമ്പാണ് ഇത്, നമ്മുടെ തമ്പ്, മറ്റ് ഫിംഗേഴ്സ്. അപ്പോ ഈ വെക്റ്റർ വിയും വെക്റ്റർ ബിയും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ തീറ്റ. അപ്പൊ ഇതാണ് നമ്മുടെ സ്ക്രൂ റൂളില് നമ്മൾ പറയുന്നത് അല്ലെ? അപ്പൊ വി ക്രോസ് ബി, അപ്പൊ നമ്മുടെ ആ കേൾഡ് ഫിംഗേഴ്സ് ആണ് വി ക്രോസ് ബി എന്ന് പറയുന്ന ആ പ്ലെയിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് തമ്പാണ്, ഈ തമ്പാണ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആ ഫോഴ്സിന്റെ ഡിറക്ഷനെ കാണിക്കുന്നത്. അപ്പൊ സ്ക്രൂ റൂളിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ദെൻ അടുത്ത റൂള് നമുക്ക് വേണമെങ്കിൽ നമുക്ക് റൈറ്റ് ഹാൻഡ് പാം റൂൾ എന്ന് പറഞ്ഞു കൊടുക്കാം. റൈറ്റ് ഹാൻഡ് പാം റൂളില് അപ്പൊ ഈ പാം ആണ്, റൈറ്റ് ഹാൻഡ് ഈ പാം ആണ് നമ്മുടെ പ്ലെയിൻ എന്ന് പറയുന്നത്. ആ പ്ലെയിനില് ഇപ്പോ വെലോസിറ്റിയുടെ ഡിറക്ഷൻ ആണ് ഈ തമ്പ് ഡിനോട്ട് ചെയ്യുന്നത്. നമ്മുടെ അതർ ഫിംഗേഴ്സിന്റെ ഡിറക്ഷൻ ആണ് എന്തിനെ കാണിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡിനെ കാണിക്കുന്നത്. അപ്പൊ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട്, അപ്പൊ ഇങ്ങനെ കൊടുക്കാം. ഈ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആര് ആക്ട് ചെയ്യുന്നത്? ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ റൈറ്റ് ഹാൻഡിലെ ആ പാമ്പിലെ തമ്പാണ് കറണ്ടിന് കറണ്ട് എന്ന് പറഞ്ഞാൽ, അതായത് ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ മോഷന്റെ ഡിറക്ഷൻ, അല്ലെങ്കിൽ ആ ചാർജ്ഡ് പാർട്ടിക്കിൾ ഏത് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്ന ആ വെലോസിറ്റിയുടെ ഡിറക്ഷൻ. തമ്പ് വെലോസിറ്റിയെ കാണിക്കുന്നു. ദെൻ നമ്മുടെ മറ്റു ഫിംഗേഴ്സ് ആണ് മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്.
അപ്പോൾ ഫിഗറിൽ നമ്മൾ കാണിക്കുമ്പം നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇതാണ് നമ്മുടെ പ്ലെയിൻ. അപ്പോൾ നമ്മുടെ റൈറ്റ് ഹാൻഡ്, ഇത് നമ്മുടെ തമ്പ്, ഇത് നമ്മുടെ മറ്റ് ഫിംഗേഴ്സ്, വെലോസിറ്റിയുടെ ഡിറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ. അപ്പം അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്, അതായത് ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട്, ജസ്റ്റ് ഇതാ ഇങ്ങനെ കാണിക്കാം, 2 ഡയമെൻഷനിൽ ഇത്രയല്ലേ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ ഫോഴ്സിന്റെ ഡിറക്ഷൻ. അപ്പോൾ ഓർത്തിരിക്കുക, നമ്മുടെ റൈറ്റ് പാമിൽ തമ്പാണ് എന്ത്, വെലോസിറ്റി ഡിറക്ഷൻ, മറ്റ് ഫിംഗേഴ്സാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡിറക്ഷൻ. ദെൻ ആ പ്ലെയിനിന് അല്ലെങ്കിൽ ആ പാമിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അടുത്ത് നമുക്ക് ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന്റെ കേസിൽ മാഗ്നറ്റിക് ഫോഴ്സ് എന്താന്ന് നോക്കാം. കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന്റെ കേസിൽ മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പൊ നോക്കിക്കേ, ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് ഡിറക്ഷൻ. ഈ മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മുടെ കണ്ടക്ടർ ഇരിക്കുന്നത്. ഇത് നമ്മുടെ കണ്ടക്ടർ. ഈ കണ്ടക്ടറിന്റെ ലെങ്ത് L ആണ്. അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ക്യാപിറ്റൽ A ആണ്. മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിള് തീറ്റയാണ്. ഈ കണ്ടക്ടറിലെ കറന്റ്, അതാണ് കറന്റിന്റെ ഡിറക്ഷൻ. ഓർത്തിരിക്കാം, ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുമ്പം I ആണ് കറന്റ് ഡിറക്ഷൻ, L ആണ് കണ്ടക്ടറിന്റെ ലെങ്ത്, A ആണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ആ ഇൻക്ലിനേഷൻ എത്രയാണ്? കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? തീറ്റയാണ്. അപ്പോൾ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ആണ്. കറന്റ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് അല്ലേ? അപ്പൊ ചാർജ് എങ്ങനെയാണ്? ആ കണ്ടക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യുകയാണ്, ചാർജ് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ ചാർജസ് മാഗ്നറ്റിക് ഫീൽഡിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും അതെന്ത് എക്സ്പീരിയൻസ് ചെയ്യും? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും, ആണല്ലോ. അപ്പൊ നമുക്ക് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന്റെ ഇക്വേഷനിലേക്ക് ഈ ചാർജിന്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പൊ ആദ്യം ചാർജ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം, ഈ കണ്ടക്ടറിന്റെ ലെങ്ത് എത്രയാണ്? L ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എത്രയാണ്? A ആണ്. അപ്പൊ ഈ കണ്ടക്ടറിന്റെ വോളിയം എത്രയായിരിക്കും? വോളിയം ഓഫ് കണ്ടക്ടർ, കണ്ടക്ടറിന്റെ വോളിയം എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു ലെങ്ത് ആയിരിക്കുമല്ലോ. ഈ കണ്ടക്ടറിന്റെ ഒരു യൂണിറ്റ് വോളിയത്തിലെ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് സ്മോൾ n ആണെന്ന് വിചാരിച്ചു. നമ്പർ ഡെൻസിറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്, ഒരു യൂണിറ്റ് വോളിയത്തിൽ n ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഇത്രയും വോളിയത്തിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും? അപ്പോൾ ടോട്ടൽ ഇലക്ട്രോൺസ് ദറ്റ് ഈസ് ഈക്വൽ ടു AL വോളിയത്തിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും? n ഇൻറ്റു AL. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാ? സ്മോൾ e ആണ്. അപ്പൊ ടോട്ടൽ ചാർജ് ഓഫ് ഇലക്ട്രോൺസ് Q that is equal to NaL into E. NaL into E. നമുക്ക് ചാർജ് കിട്ടിയില്ലേ? അപ്പൊ നമ്മുടെ മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷനിലേക്ക് ആ വാല്യൂ കൊടുക്കാം. അപ്പൊ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരുന്നു? F that is equal to QVB sin theta എന്നായിരുന്നു, ആണല്ലോ. അപ്പൊ നമുക്ക് കൊടുക്കാം F that is equal to Qന് പകരം കൊടുക്കാം NaLe into VB sin theta. ഒരു അറേഞ്ച്മെന്റ് നടത്തുവാണ്. ഈ Lനെ ഞാൻ പുറത്തെടുത്തു, Vനെ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് എടുക്കുവാണെങ്കിൽ എങ്ങനെയാ വരുന്നത്? NaEV, L പുറത്ത്, ബാക്കി B sin തീറ്റ. ഈ കക്ഷി എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോ? NaEV. നമ്മൾ കറന്റ് ഇലക്ട്രിസിറ്റി പഠിച്ചിരുന്നു അല്ലേ? ഈ V എന്ന് പറയുന്നത് ശരിക്കും എന്താ സാധനമാണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. അപ്പൊ NaEVD എന്ന് പറയുന്ന ആരാണ്? കറന്റ് I ആണ്. അപ്പൊ നമുക്കറിയാം, ബട്ട് NaEV എന്ന് പറയുന്നത് കറന്റ് I ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താ വരുന്നത്? F that is equal to ILB sin theta.
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി. ഫോഴ്സിൻ്റെ ഇക്വേഷൻ, മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ കേസിൽ എഫ് ദറ്റ് ഈസ് ഈക്വൽ ടു ILB സൈൻ തീറ്റ. ഇതിനെ നമുക്ക് വെക്റ്റർ ഫോമിൽ എങ്ങനെ എഴുതാം? വെക്റ്റർ ഫോമിൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ, കറണ്ട് ഒരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമുക്ക് കൊടുക്കാം I ഇൻറ്റു വെക്റ്റർ L ക്രോസ് വെക്റ്റർ B, വെക്റ്റർ L ക്രോസ് വെക്റ്റർ B. ഓർത്തിരിക്കുക, മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വെക്റ്റർ F ദറ്റ് ഈസ് ഈക്വൽ ടു I ഇൻറ്റു വെക്റ്റർ L ക്രോസ് വെക്റ്റർ B. അപ്പോൾ ചെയ്ത വിധം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്തത് L ലെങ്ത്തും A ഏരിയ ക്രോസ് സെക്ഷൻ ഉള്ള കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒരു തീറ്റ ആംഗിളിൽ പ്ലേസ് ചെയ്തു. ആ കണ്ടക്ടറിന്റെ വോളിയം എന്താന്ന് നോക്കി, A ഇൻറ്റു L. അതിലെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്താന്ന് നോക്കി, N ഇൻറ്റു L. N എന്ന് പറയുന്നത് നമ്പർ ഡെൻസിറ്റി ആണ്. ടോട്ടൽ ചാർജ് എന്താന്ന് നോക്കി, NaL ഇൻറ്റു E. അങ്ങനെയെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് എന്താന്ന് നോക്കി, F ദറ്റ് ഈസ് ഈക്വൽ ടു QVB സൈൻ തീറ്റ നമുക്ക് അറിയാം. അതിൽ ആ ക്യൂവിന് പകരം നമ്മൾ കൊടുക്കുന്നു NaLe. അതിനൊന്ന് അറേഞ്ച് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടി NaEV എന്ന് പറയുന്നത് കറന്റ് ആണ്, I ആണ്. ഇക്വേഷനായി F ഈക്വൽസ് ILB സൈൻ തീറ്റ, അല്ലെങ്കിൽ വെക്റ്റർ F ദറ്റ് ഈസ് ഈക്വൽ ടു I ഇൻറ്റു വെക്റ്റർ L ക്രോസ് വെക്റ്റർ B. ഇവിടെ നമുക്ക് രണ്ട് കേസ് കൺസിഡർ ചെയ്യാം. എപ്പോഴാണ് ആ മാഗ്നറ്റിക് ഫോഴ്സ് മാക്സിമം ആയിട്ട് വരുന്നത്, എപ്പോഴാണ് മിനിമം അല്ലെങ്കിൽ 0 ആയിട്ട് വരുന്നത്. അപ്പോൾ നോക്കൂ, നമ്മൾ എടുക്കുന്നത് ആ കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ട് വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കേസ് 1 ആയിട്ട് കൊടുക്കാം. മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ട് നമ്മുടെ കണ്ടക്ടർ വെക്കുമ്പോൾ തീറ്റ വാല്യൂ എന്തായിരിക്കും? പാരലായിട്ട് വയ്ക്കുമ്പോൾ തീറ്റ വാല്യൂ, ഈ തീറ്റ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഫോഴ്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? ILB സൈൻ 0. സൈൻ 0ൻ്റെ വാല്യൂ എത്രയാ? 0. അപ്പോൾ F ദറ്റ് ഈസ് ഈക്വൽ ടു 0. ഫോഴ്സ് മിനിമം ആയിരിക്കും, 0 ആയിരിക്കും. നേരെ മറിച്ച് അടുത്ത കേസായിട്ട് നമുക്ക് പറയാം, പെർപെൻഡിക്കുലർ ആയിട്ടാണ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വെക്കുന്നത്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ തീറ്റ വാല്യൂ എത്രയായിരിക്കും? 90 ഡിഗ്രി. തീറ്റ 90 ഡിഗ്രി. അപ്പോൾ ഫോഴ്സ് എന്തായിരിക്കും? ഫോഴ്സ് F ദറ്റ് ഈസ് ഈക്വൽ ടു ILB സൈൻ 90. സൈൻ 90യുടെ വാല്യൂ എത്രയാണ്? 1. അപ്പോൾ F ദറ്റ് ഈസ് ഈക്വൽ ടു ILB. അപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ട് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ് ചെയ്യുമ്പോൾ ഫോഴ്സ് മാക്സിമം ആയിരിക്കും. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ILB ആയിരിക്കും. ഇവിടെ ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ കേസിൽ നമുക്ക് ഫോഴ്സിന്റെ ഡിറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റൂളാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഇങ്ങനെയാണ്. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൽ 3 ഫിംഗേഴ്സ് ഏതൊക്കെയാണ്? നമ്മുടെ 4 ഫിംഗർ, മിഡിൽ ഫിംഗർ ആൻഡ് തമ്പ് സ്ട്രെച്ച്ഡ് ഔട്ട്. ഓർത്തിരിക്കുക, പുറത്തേക്കാണ് നമ്മൾ നിവർത്തി പിടിക്കേണ്ടത്, ഉള്ളിലേക്കല്ല. അപ്പോൾ ഈ 3 ഫിംഗേഴ്സ്, 4 ഫിംഗർ, മിഡിൽ ഫിംഗർ ആൻഡ് തമ്പ് 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡിറക്ഷനിൽ നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ, മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡിറക്ഷനിൽ ഹോൾഡ് ചെയ്യുമ്പോൾ 4 ഫിംഗർ ആണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഡിറക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്. മിഡിൽ ഫിംഗർ ആണ് കറന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ തമ്പാണ് ഫോഴ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓർത്തിരിക്കുക, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ്. നമ്മൾ ഇനി വരുന്ന ചാപ്റ്ററിൽ വേറെ റൂൾ പഠിക്കും, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പഠിക്കും. അങ്ങനെ ഒത്തിരി റൂൾസ് പഠിക്കാനുണ്ട്. അപ്പോൾ ഓർത്തിരിക്കണേ, ഇത് നമ്മൾ കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്തിൽ പിടിച്ചില്ലെങ്കിൽ നമ്മുടെ ഡിറക്ഷൻ തെറ്റിപ്പോകും കേട്ടോ. അപ്പൊ ഇടത്തെ കയ്യില് 3 ഫിംഗേഴ്സ്, 4 ഫിംഗർ, മിഡിൽ ഫിംഗർ ആൻഡ് തമ്പ് 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡിറക്ഷനിൽ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുമ്പോൾ നമ്മുടെ 4 ഫിംഗർ ആണ് മാഗ്നറ്റിക് ഫീൽഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, മിഡിൽ ഫിംഗർ ആണ് കറന്റിനെ സൂചിപ്പിക്കുന്നത്, ദെൻ തമ്പാണ് ഫോഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം. തമ്പ് നമുക്ക് ഫാദർ എന്ന് ഓർക്കാം, 4 ഫിംഗർ മദർ എന്ന് ഓർക്കാം, മിഡിൽ ഫിംഗർ കറന്റ്. അപ്പൊ ഫാദർ മദർ ചൈൽഡ്, ഫാദർ മദർ ചൈൽഡ്. അപ്പൊ 4 ഫിംഗർ ആണ് മദർ, അത് മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ചൈൽഡ് മിഡിൽ ഫിംഗർ കറന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഫാദർ എന്നെ റെപ്രസെന്റ് ചെയ്യുന്നു.
ഫോഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം നോക്കാം. 4.5. What is the magnitude of magnetic force per unit length on a wire carrying a current of 8 ampere and making an angle of 30 degree with the direction of uniform magnetic field of 0.15 Tesla? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? കറണ്ട് തന്നിട്ടുണ്ട്, ഇൻക്ലിനേഷൻ തീറ്റ തന്നിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് തന്നിട്ടുണ്ട്. എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? അത് ശ്രദ്ധിക്കുക. മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് മാത്രമല്ല അവർ പറഞ്ഞിരിക്കുന്നത്, മാഗ്നറ്റിക് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് കണ്ടുപിടിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന കക്ഷികളെ നമുക്ക് എടുത്തെഴുതാം. കറന്റ് 8 ആംപിയർ, തീറ്റ 30 ഡിഗ്രി, മാഗ്നറ്റിക് ഫീൽഡ് 0.15 ടെസ്ല. കണ്ടുപിടിക്കാനുള്ളത് മാഗ്നറ്റിക് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണല്ലോ. എന്താണ് മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ? F ദാറ്റ് ഈസ് ഈക്വൽ ടു, കറണ്ട് കാരിങ് കണ്ടക്ടർ ആണ്, മാഗ്നറ്റിക് ഫീൽഡിലാണ് വെച്ചിരിക്കുന്നത്. എന്താണ് മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ? F ദാറ്റ് ഈസ് ഈക്വൽ ടു ILB സൈൻ തീറ്റ. ഇതാണ് മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ. മാഗ്നറ്റിക് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുമ്പോൾ ആ ലെങ്ത് നമുക്ക് ഈ വശത്തേക്ക് എടുക്കാം. അപ്പൊ എങ്ങനെ എഴുതുന്നത്? ഫോഴ്സ് പെർ ലെങ്ത് ഇറ്റ് ഈസ് ഈക്വൽ ടു IB സൈൻ തീറ്റ. നമുക്ക് വാല്യൂസ് കൊടുക്കാലോ. I 8, B 0.15, സൈൻ തീറ്റ എത്രയാ? 30 ഡിഗ്രി. സൈൻ 30 എത്രയാ? സൈൻ 30 1/2. അപ്പോൾ ഫോഴ്സ് പെർ ലെങ്ത് ദാറ്റ് ഈസ് 8 ഇൻറ്റു 0.15 ഇൻറ്റു 1/2. ആ 2ഉം ഈ 8ഉം കട്ട് ചെയ്തപ്പോൾ ഇവിടെ 4. അപ്പോൾ 4 ഇൻറ്റു 0.15 എന്ന് പറയുന്നത് നമുക്ക് എത്ര വരുന്നത്? 0.6. എന്തായിരിക്കും യൂണിറ്റ്? ഫോഴ്സ് പെർ ലെങ്ത് അല്ലേ. അപ്പോൾ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ. ദെൻ നമ്മൾ ഇന്ന് പഠിച്ചത് മാഗ്നറ്റിക് ഫോഴ്സ് പഠിച്ചു അല്ലേ. ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ മൂവിംഗ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് നോൺ ആസ് മാഗ്നറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. അതിന്റെ ഇക്വേഷൻ പഠിച്ചു. എന്തായിരുന്നു ഇക്വേഷൻ? വെക്ടർ F ദാറ്റ് ഈസ് ഈക്വൽ ടു Q ഇൻറ്റു വെക്ടർ V ക്രോസ് വെക്ടർ B, അല്ലെങ്കിൽ F ദാറ്റ് ഈസ് ഈക്വൽ ടു QVB സൈൻ തീറ്റ. മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആണ് ചാർജ്ഡ് പാർട്ടിക്കിൾ എൻട്രി ചെയ്യുന്നതെങ്കിൽ ഫോഴ്സ് 0 ആയിരിക്കും. അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് ആ കക്ഷി ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്തോളും. പെർപെൻഡിക്കുലർ ആയിട്ടാണ് എൻട്രി ചെയ്യുന്നതെങ്കിൽ ഫോഴ്സ് മാക്സിമം ആയിരിക്കും. ദാറ്റ് ഈസ് F ഈക്വൽസ് QVB ആയിരിക്കും. അതിന്റെ ഫലമായിട്ട് ആ ചാർജ്ഡ് പാർട്ടിക്കിൾ സർക്കുലർ പാത്ത് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഒരു ഇൻക്ലിനേഷനിലാണ് എൻട്രി ചെയ്യുന്നതെങ്കിൽ അത് ഫോളോ ചെയ്യുന്ന പാത്തിന്റെ ഷേപ്പ് എന്തായിരിക്കും? ഹെലിക്കൽ പാത്തായിരിക്കും. അതിനുശേഷം നമ്മൾ ഇലക്ട്രിക് ഫീൽഡിലാണ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഇരിക്കുന്നതെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് പഠിച്ചു. ഇക്വേഷൻ വെക്ടർ F ദാറ്റ് ഈസ് ഈക്വൽ വെക്ടർ FE ദാറ്റ് ഈസ് ഈക്വൽ ടു Q ഇൻറ്റു വെക്ടർ E. ഇനി കമ്പൈൻ ഫീൽഡ് ആണെങ്കിൽ, അതായത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ആ മൂവിങ് ചാർജ്ഡ് പാർട്ടിക്കിൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന് പറയുന്ന പേരാണ് ലോറൻസ് ഫോഴ്സ്. അതിനുള്ള ഇക്വേഷനാണ് വെക്ടർ F ദാറ്റ് ഈസ് ഈക്വൽ ടു Q ഇൻറ്റു വെക്ടർ E പ്ലസ് Q ഇൻറ്റു വെക്ടർ V ക്രോസ് വെക്ടർ B, അല്ലെങ്കിൽ വെക്ടർ F ദാറ്റ് ഈസ് ഈക്വൽ ടു Q ഇൻറ്റു വെക്ടർ E പ്ലസ് വെക്ടർ V ക്രോസ് വെക്ടർ B. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് വെക്ടർ V ആൻഡ് വെക്ടർ B ഉൾപ്പെടുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പല റൂൾസ് അപ്ലൈ ചെയ്യുന്നു. സ്ക്രൂ റൂൾ അപ്ലൈ ചെയ്യുന്നു, റൈറ്റ് ഹാൻഡ് പാം റൂൾ അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നമ്മുടെ കറണ്ട് കാരിങ് കണ്ടക്ടറിന്റെ കേസിൽ മാഗ്നറ്റിക് ഫീൽഡ് അത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷനിലേക്ക് കടന്നു. എന്തായിരുന്നു ഇക്വേഷൻ? വെക്ടർ F ദാറ്റ് ഈസ് ഈക്വൽ ടു I ഇൻറ്റു വെക്ടർ L ക്രോസ് വെക്ടർ B, അല്ലെങ്കിൽ F ഈക്വൽസ് ILB സൈൻ തീറ്റ. എപ്പോഴാണ് ഫോഴ്സ് മാക്സിമം ആയിട്ട് വരുന്നത്? ആ കറണ്ട് കാരിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുമ്പോൾ F ഈക്വൽസ് ILB. എപ്പോഴാണ് ഫോഴ്സ് മിനിമം ആയിട്ട് വരുന്നത്? ആ കറണ്ട് കാരിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ട് വെക്കുമ്പോൾ. ആ മിനിമം വാല്യൂ ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്.